ജീവിതത്തെ ഏറെ സൂക്ഷ്മതയോടെ വിശകലനം ചെയ്ത് പഠിച്ച് തൻ്റെ ദർശനങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഡോക്ടർ ജോർജ് പടനിലം ഏറെ ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിൻ്റെ ബ്ലോഗ് എഴുത്തുകൾ വ്യത്യസ്തമാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം എഴുതിയ ഒരു ബ്ലോഗ് എഴുത്ത് ഓർക്കുകയാണ്. ഭൂതം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഭൂതം എന്ന ഒരു ഹെഡിങ് കേൾക്കുമ്പോൾ പല ചിന്തകളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. എന്താ ഗോസ്റ്റ്, പൈശാചികത, അങ്ങനെയുള്ള ചില ഭാവങ്ങൾ. പക്ഷേ അതൊന്നുമല്ല ഡോക്ടർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചില തെറ്റായ ധാരണകൾ, ചില അന്ധവിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിനെ ദുഷിച്ച തലത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ചില അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കെട്ടുപിണഞ്ഞ് വലിയൊരു പ്രശ്നമായി കിടക്കുകയാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തെയാണ്, ഈ ഒരു പ്രശ്നങ്ങളുടെ കൂട്ടത്തെയാണ് ഡോക്ടർ ഭൂതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ അങ്ങ് കെട്ടഴിച്ച് വിട്ടാൽ, നമ്മുടെ മനസ്സിൽ നിന്ന് അപ്പാടെ നീക്കം ചെയ്താൽ സ്വസ്ഥതയുടെ ഒരു തലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നാണ് ഡോക്ടർ പറയുന്നത്. ഒരു സാന്ത്വനത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തെ നമുക്ക് പുലുകുവാൻ സാധിക്കും എന്നാണ് ഡോക്ടർ പറയുന്നത്. അതുകൊണ്ട് ഡോക്ടറോട് തന്നെ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഈ ചർച്ചയിലൂടെ ചോദിച്ചറിയാം. ഡോക്ടർ, ഈ അടുത്ത കാലത്ത് അങ്ങ് എഴുതിയ ഈ ഭൂതം എന്ന ഒരു ബ്ലോഗ് എന്താണ് വളരെ ശ്രദ്ധയോടെയാണ് വായിച്ചത്. കാരണം എന്താണ് ഈ ഭൂതം എന്ന തലക്കെട്ട് കൊടുത്ത് അങ്ങ് എഴുതിയിരിക്കുന്നതെന്ന് അപ്പോൾ വായിച്ചു പോയപ്പോഴത് വളരെ അർത്ഥവത്തായിട്ട് തോന്നി. നമ്മുടെ ഒരു തെറ്റായ ധാരണകളെ, വഴക്കങ്ങളെ, അന്ധവിശ്വാസങ്ങളെയൊക്കെയാണ് അങ്ങനെ അത് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന്. സാധാരണ എഴുത്തുകാരൊന്നും കൊടുക്കാത്ത ചില അർത്ഥതലങ്ങൾ അങ്ങ് വാക്കിന് കൊടുത്ത് വളരെ സുന്ദരമായി ആ ഒരു പ്രശ്നത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക. ഭൂതം എന്നുള്ളത് ടീച്ചർ പറഞ്ഞതുപോലെ പിശാചോ ബാധയെന്നോ അല്ലെങ്കിൽ ഗോസ്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പാസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അത് നമ്മൾ ഭൂതകാലം എന്നല്ലേ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ അതിനാണ് ഭൂതം. ചിലപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്നത് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. നമ്മൾ ഏത് കാര്യത്തോട് പ്രതികരിക്കുന്നതും ഏത് കാര്യത്തെ വീക്ഷിക്കുന്നതും അനുമാനങ്ങളിലെത്തുന്നതും എല്ലാം പഴയ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ പഴയ ആ ഭൂതബാധയില്ലാത്ത ആളുകൾ ആരും തന്നെ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഈ നിമിഷത്തിൽ ജീവിക്കുന്ന ആൾക്കാർ വളരെ വളരെ വിരളമാണ്. അതേസമയം എല്ലാവരും പഴയ കാലത്തെക്കുറിച്ചുള്ളതാണ്, അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പം ആ ഭൂതം എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഇപ്പോൾ ഒരു ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന അനുമാനങ്ങൾ അല്ലെങ്കിൽ നിഗമനങ്ങളാണ് നമ്മളുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത്. അത് ഒരു മനോഭാവമായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അതെന്നും നമ്മൾ സൂക്ഷിക്കും. അതായത് നമ്മളുടെ മനസ്സിലെ ഒരു ഈ പിക്കിൾഡ് ഹാബിറ്റ്സ് എന്ന് പറയും, മനോഭാവം എന്ന് പറയും, ആറ്റിറ്റ്യൂഡ്. അതെ, മനസ്സിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ് നമ്മൾ പിന്നെ പെരുമാറുന്നതൊക്കെ. നമ്മൾ പിന്നെ അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കത്തില്ല. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മളുടെ പെരുമാറ്റങ്ങളെല്ലാം തന്നെ ഒരുതരം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നടന്നു പോകും. ഉദാഹരണമായിട്ട് നമ്മൾ ബാല്യകാലത്ത് പീഡിതനായിട്ടുള്ള ഒരു കുഞ്ഞ്, അതിൻ്റെ വിചാരം അത് എന്തോ തെറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയാൻ പറ്റും. പക്ഷേ അതിനൊരു കാര്യം ബോധ്യമാണ്, കുഞ്ഞുങ്ങളെല്ലാവരും ഇത് ശിക്ഷിക്കപ്പെടേണ്ടവരാണ് അല്ലെങ്കിൽ പീഡ അനുഭവിക്കേണ്ടവരാണ്. കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് പീഡിപ്പിച്ചാണ്. കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാലും ശരി, കുഞ്ഞുങ്ങൾ അർഹിക്കുന്ന പെരുമാറ്റ രീതി പീഡനമാണ് എന്നുള്ളതിനെക്കുറിച്ച് അതിന് സംശയമൊന്നും കാണത്തില്ല. കാരണം വെച്ചാൽ അതിന് വേറെ ഒന്നും അതിനേക്കാളും ഭേദപ്പെട്ട ഐഡിയ ഒന്നും അതിന് മനസ്സിൽ കയറിയിട്ടില്ല. അപ്പോൾ അത് വളർന്നു വരികയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വേറൊരു പരിശീലനം ഒന്നും കൂടാതെ അടുത്ത് വളർന്നു വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രായമാകുമ്പോൾ ഒരു കുഞ്ഞിനെ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ കടമയാണ് അതിനെ പീഡിപ്പിക്കുക എന്നുള്ളത്. അത് പക്ഷേ അതിനെ ബാലപീഡനമാണെന്നും പറഞ്ഞ് അതിനെക്കൊണ്ട് ജയിലിലിട്ട് കഴിഞ്ഞാൽ അത് യാതൊരു രീതിയിലും അത് ഭേദപ്പെടത്തില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ ബോധ്യം അത് ശരിയാ ചെയ്തതെന്നുള്ളതാണ്, അത് തെറ്റാ ചെയ്തതെന്ന് അതിന് വിചാരമില്ല. അപ്പോൾ അങ്ങനത്തെ ആ ഭൂതം നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി
എങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സഹായം കിട്ടിയെങ്കിൽ മാത്രമേ, ഒറ്റയ്ക്ക് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലായെന്ന് വരില്ല. മറ്റുള്ളവരെ പുറത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടി, ഉപദേശം കിട്ടിയോ, നല്ല ഗൈഡൻസ് കിട്ടി നമുക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഈ പ്രശ്നമുള്ള ആളെ ആഗ്രഹിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതൊരാവശ്യമാണെന്ന് കണക്കാക്കുകയാണെങ്കിൽ ആ ആളിന് അതിനതീതമായിട്ട് പോകാൻ സാധിക്കും. ഭൂതത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന, ഈ ലോകചരിത്രത്തിലുണ്ടായിരിക്കുന്ന എല്ലാ വലിയ ഭീകര രൂപങ്ങളും നമ്മൾ നോക്കിയാൽ കാണാം. അവരൊക്കെ ചെറുപ്പകാലത്ത് പീഡിപ്പിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അവരുടെ മനസ്സിൽ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നത് ന്യായമാണെന്നും യുക്തമാണെന്നും അവർ ചെയ്യുന്നത് ശരിയാണെന്നും വിശ്വസിക്കുന്ന മനോഭാവത്തോടുകൂടി ജീവിച്ചിട്ടുള്ളവരാണ്. സ്റ്റാലിൻ്റെ കാര്യമാണെങ്കിലും ഹിറ്റ്ലറിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ള വലിയ ദുഷ്ടന്മാരെല്ലാം തന്നെ മറ്റുള്ളവരെ കൊല്ലുന്നതിനും കൊലപ്പെടുത്തുന്നതിനകത്ത് യാതൊരു വൈമുഖ്യം കാണിക്കാതിരുന്ന എല്ലാവരും ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ്. അവർ ചെയ്തത് തെറ്റാണെന്നൊരു വിചാരമില്ല, അവർ ചെയ്തതിനകത്ത് അവർക്ക് യാതൊരു മനസ്താപവും ഇല്ല. അവരെ മറ്റുള്ളവരെ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഭൂതകാലത്തെ അനുഭവത്തിൽ നിന്നാണ് നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നത്. ഈ ഒരു വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് കൊണ്ടോ നമ്മുടെ ഈ ഭൂതബാധ മാറിക്കിട്ടത്തില്ല. ഒരു നല്ല മനുഷ്യൻ ഒരു പുരോഹിതനാകുകയാണെങ്കിൽ ഒരു നല്ല പുരോഹിതനായിരിക്കും. അദ്ദേഹം ഒരു മാതൃകാപരമായിട്ട് പെരുമാറുകയും മറ്റുള്ളവരുടെ സ്നേഹത്തിൽ പെരുമാറുകയും മറ്റുള്ളവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തെന്ന് വരും. അതേസമയം മോശമായ വ്യക്തിത്വം, മോശമായ ഭൂതം ബാധിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ശാപമായിരിക്കും അദ്ദേഹം ജീവിക്കുന്ന സമൂഹത്തിന്. വളരെയധികം മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ മോശമായ മാർഗത്തിൽ കൂടെയുള്ള അനുയായികളെ നയിച്ചെന്ന് വരാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒരു നല്ല മനുഷ്യൻ ഡോക്ടറാകുകയാണെന്നുണ്ടെങ്കിൽ അനുകമ്പയോടുകൂടി രോഗികളെ ചികിത്സിച്ചെന്നും വളരെയധികം പ്രയോജനപ്രദമായ രീതിയിൽ രോഗികളെ പരിചരിച്ചെന്നും വരും. അതേസമയം കൊള്ളരുതാഴിയും മുതലെടുപ്പ് നടത്തുന്ന ഒരു ഡോക്ടറാണ്, അതാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രോഗികളെ അകാരണമായിട്ട് മരണത്തിനിടയാക്കിയെന്ന് വരാം. അപ്പോൾ അങ്ങനെ നമ്മളെ ഈ ഒരു പ്രായമാകുന്ന ഒരു 6 വയസ്സാകുന്നതോടുകൂടി നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ആ ബണ്ടിൽ ഓഫ് ഐഡിയാസ്, അതെല്ലാം ഒരുമാതിരിയൊക്കെ ഫോം ചെയ്ത് കഴിയുന്നതാണ് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നത്. അതിനുശേഷമുള്ളതെല്ലാം പിന്നെ കതിരിന്മേൽ വളം വയ്ക്കുന്ന പോലെയാണ്. ചിലപ്പം പിടിച്ചെന്ന് വരാം, ചിലപ്പോൾ പിടിച്ചില്ലെന്ന് വരാം. എന്തുമാത്രം അതിനോട് നമ്മളെ ഒരു ആഭിമുഖ്യം കാണിക്കുന്നു, ഈ വ്യക്തി കാണിക്കുന്നതിനനുസരിച്ച് പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി തുറന്ന മനസ്സോടുകൂടി നടന്നാൽ മാത്രമേ ഈ ബാധയിൽ നിന്ന് മാറിക്കിട്ടാനൊക്കത്തുള്ളൂ. അപ്പോൾ ഈ ബാധയിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ കയറിയാൽ അത് പിന്നെ മാറിക്കിട്ടാൻ പ്രയാസമാണ്. കാരണം വെച്ചാൽ നമ്മളെ അത് മാറ്റണമെന്ന് ചിന്തിച്ചു പോയെങ്കിൽ നമ്മളതിന് ശ്രദ്ധ കൊടുക്കുക. ശ്രദ്ധയാണ് ഇതിൻ്റെ പോഷണം. ശ്രദ്ധ കൊടുക്കുന്തോറും ഇത് വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനോട് അത് മാറ്റണമെന്നുള്ള ചിന്ത കൂടാതെ കൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ചിന്ത, അതിനെ മാറ്റി അതിന് പകരമായിട്ട് വേറൊരു ചിന്ത, കുറച്ചുകൂടെ അതിനെതിരായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കണം. ഉദാഹരണമായിട്ട് ചെറുപ്പകാലത്ത് ചില മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളെ ഒരു മുറിയിൽ കൊണ്ടുപോയി അടച്ചിട്ട് ശിക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുറിയിൽ അടച്ചിടും. ആ പിള്ളേർക്ക് അടഞ്ഞ ഒരു സ്ഥലത്തെക്കുറിച്ച് ഭയങ്കര ഭീതിയായിരിക്കും. പിന്നീട് അവർ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇരിക്കാനായിട്ട് വലിയ ഭയമായിരിക്കും. ഞാൻ അമേരിക്കയിൽ കണ്ടിട്ട് ചില പേഷ്യൻസ് മുറി വന്ന് എക്സാമിനേഷൻ മുറിയിൽ വന്നാൽ കഥ കടയ്ക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ കൂടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഥ കടച്ചാൽ കുഴപ്പമില്ല, പക്ഷേ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പ്രത്യേകം അവർ പറയും ഡോക്ടറെ കഥ കടയ്ക്കരുത് എന്ന്. കാരണം വെച്ചാൽ അവർക്ക് അന്നേരം ചങ്കടിപ്പും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടാകും. അതാണ് ഈ ക്ലോസ്ട്രോഫോബിയ എന്നാണ് ഇതിന് പറയുന്നത്, ഇടുങ്ങിയ സ്ഥലത്തേക്കുള്ള ഭയം. അതുപോലെ ചില ആളുകൾ പുറത്ത് പെട്ടെന്ന് ഈ വലിയ ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് തകരാറക്കാൻ വരികയും വലിയ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകൾ പിന്നെ അത് കഴിഞ്ഞ് അവർക്കുണ്ടല്ലോ അതിന് ആക്രോഫോബിയ എന്നാണ് പറയുന്നത്. അതൊരു അകാരണമായ ഭയമാണ്. പിന്നെ അവർക്കൊരു സ്റ്റെപ്പ് കയറാൻ പേടിയായിരിക്കും, ആരെങ്കിലും കൂട്ടില്ലാതെ കൊണ്ട് അവർക്ക് സ്റ്റെപ്പിൽ കയറാൻ പേടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് തെറ്റായ തഴക്കങ്ങളിലൂടെ വളർന്നു. അതെ,
അതെ, അങ്ങനെയുള്ള പണ്ടത്തെ കൊണ്ട് ഒരു പഴയ ഒരു അനുഭവം, ആ അനുഭവം ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കണം. ആ ഭൂതം ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് ഇപ്പോൾ സ്റ്റെയർ കേസ് കയറാൻ പേടിയുള്ള ആളെ ധൈര്യപൂർവ്വം, ഇതെൻ്റെ മനസ്സിലുള്ള ഒരു ഭയമാണ്, ഇതിൽ യാതൊരു അർത്ഥവുമില്ല, മറ്റുള്ള ആൾക്കാരെല്ലാം ഇത് കയറുന്നുണ്ട്, അവർക്കൊന്നും ഒരു കുഴപ്പവും വരുന്നില്ല, അവരാരും വീഴുന്നില്ല എന്ന് പുള്ളിയെ തന്നെത്താനെ ബോധ്യപ്പെടുത്തുക, തന്നെത്താനെ കൺവിൻസ് ചെയ്യുക, തന്നെത്താനെ പുള്ളിയോട് തന്നെ സംസാരിക്കുക. സെൽഫ് ടോക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മറ്റുള്ളവർ പറയുന്നതിനേക്കാളും തന്നെത്താനെ അത് പറഞ്ഞ് ആദ്യമേ ഒരു സ്റ്റെപ്പ് എടുത്ത് നോക്കുക. കേൾക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ തല കറങ്ങിയെന്നും വളരെ നെഞ്ചിടിപ്പുണ്ടായെന്നും വേർത്തെന്നും ഒക്കെ വരാം. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനുള്ള ധൈര്യം കാണിക്കുകയാണെങ്കിൽ, അതിനുള്ള മനോഭാവം ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന്, ആ ഭൂതബാധയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോന്നും നമുക്ക് മറ്റൊരാളെ ഉപദേശിച്ച് അതിൽ നിന്ന് മാറ്റാൻ പ്രയാസമാണ്. ആ ആളിൻ്റെ കൺവിക്ഷൻ, അതാണ് പുള്ളി ബോധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ബോധ്യം. അതിനേക്കാളും അതിനതീതമായിട്ടുള്ളൊരു ബോധ്യത്തിലേക്ക് അള്ളിപ്പിടിച്ച് കയറണം. ഇതിനെ മാറ്റാൻ, ഇതിന് യാതൊരു ശ്രദ്ധയും കൊടുക്കരുത്, ഇത് അവഗണിക്കുക തന്നെ വേണം. എന്നിരുന്നാലും ഈ ഭയം മനസ്സിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് വകപ്പാടെ വെപ്രാളം ഉണ്ടായെന്ന് വരാം. പക്ഷേ അത് വക വെക്കാതെ കണ്ട് ഈ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കയറുകയാണെന്നുണ്ടെങ്കിൽ കാലക്രമേണ ആ ഭയത്തിന് അതീതമായിട്ട് പോയിട്ട് ഇത് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഉപദ്രവകരമായിട്ട് ബാധിക്കുന്ന പഴയ ചിന്താഗതികളെയും മനോഭാവങ്ങളെയും മുൻവിധികളെയും ഒക്കെ അവർക്കൊക്കെ അതീതമായിട്ട് പോവുകയാണെങ്കിൽ, അത് മനസ്സിലാക്കി അത് നമുക്ക് മനസ്സമാധാനമോ സന്തോഷമോ നല്ല പുരോഗതിയോ ഉണ്ടാക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ട് അതിനതീതമായി എന്നെക്കൊണ്ട് അത് സാധിക്കും എന്നുള്ള ഒരു തൻ്റെ ഇടത്തോടു കൂടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂതത്തെ മാറ്റി നിർത്തുകയും ഈ വർത്തമാനം ഒരു പ്രസൻ്റായിട്ട് സ്വീകരിച്ചുകൊണ്ട് വി ക്യാൻ ലിവ് ഇൻ ദ പ്രസൻറ്റ്, അക്സെപ്റ്റ് ദ പ്രസൻറ്റ് ഇൻ ദ പ്രസൻറ്റ് മോമെൻറ്റ്. ഭൂതം എന്ന തൻ്റെ ആ ഒരു ബ്ലോഗ് എഴുത്തിൻ്റെ ചർച്ചയിലൂടെ വളരെ പ്രയോജനപ്രദമായ ആശയങ്ങളാണ് ഡോക്ടർ നമുക്ക് നൽകിയത്. ഈ ഒരു നിമിഷത്തിൽ അതിനെ ഒരു പ്രസൻ്റായി കണ്ട് നമ്മൾ ജീവിക്കുക എന്നാണ് ഡോക്ടർ പറഞ്ഞു നിർത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ പഴയ ധാരണകൾ, തെറ്റായ ചില കീഴ്വഴക്കങ്ങൾ, മറ്റ് ചില തെറ്റായ സ്വാധീനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ ആകമാനം ബാധിക്കുന്നതാണ്. ശൈശവ ബാല്യ കൗമാരങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഘാതങ്ങളായി അനുഭവപ്പെട്ടിരുന്ന ചില തെറ്റായ ധാരണകളെ നാം തന്നെ വളരെ പരിശ്രമിച്ച് തിരുത്തി എഴുതണം എന്നാണ് ഡോക്ടർ പറയുന്നത്. മറ്റാർക്കും അതിനെ തിരുത്തി എഴുതാൻ സാധിക്കത്തില്ല. നമ്മൾ തന്നെ നമ്മുടെ ആ ഒരു മാനസികമായ ധൈര്യം ആർജിച്ചെടുത്ത് അതിനെ ഇല്ലാതാക്കുക. ഇത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഓർക്കുകയാണ്. നമ്മൾ ഹിറ്റ്ലറിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ആ ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നത് തന്നെ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ചക്രവർത്തി എന്നാണ് ഹിറ്റ്ലർ അറിയപ്പെടുന്നത്. അപ്പം തൻ്റെ അപ്പനാണ് തന്നെ ഇങ്ങനെ ഒരു ക്രൂരതയുടെ ഒരു ഭാവം മനസ്സിൽ കൊടുത്തതെന്നാണ് ഹിറ്റ്ലർ പറയുന്നത്. കാരണം ഒരു നായയെപ്പോലെയാണ് അപ്പൻ തന്നോട് ബാല്യകാലത്തിൽ പെരുമാറിയിരുന്നത്. രണ്ടാനമ്മയാണ്, അമ്മ മരിച്ചു പോയിരുന്നു. അപ്പം എന്തുവേണ്ടി അവസാനം ഒരു പട്ടാള മേധാവിയായി ഒരു ടാങ്കർ സ്വന്തമായി ലഭിച്ചപ്പോൾ ഈ ഹിറ്റ്ലർ ആദ്യമായി ചെയ്തത് ആ ടാങ്കർ ഉപയോഗിച്ച് തൻ്റെ അപ്പൻ്റെ കുഴിമാടം തകർക്കുകയായിരുന്നു. അപ്പം കുട്ടികളിൽ ഡോക്ടർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഉള്ള പക, ദേഷ്യം, ചില തെറ്റായ വൈകല്യങ്ങൾ ഒക്കെ എത്രമാത്രം വലിയ ഉപദ്രവമായി മാറുന്നു എന്നതിൻ്റെ തെളിവാണിതൊക്കെ. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള വഴക്കങ്ങളെ നമ്മുടെ മാനസികമായ ധൈര്യത്തോടുകൂടി തന്നെ ഇല്ലാതാക്കുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഒരു സ്വസ്ഥമായ ഒരു മനസ്സിൻ്റെ ഉടമകളായി ഭൂതകാലത്തോട് അതിൻ്റെ ആ തെറ്റായ ധാരണകളോട് വിട പറഞ്ഞ് അങ്ങനെ ഒരു പുതിയ പരിശീലനത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയുടെ ആ ഒരു തീരത്തണയുവാൻ സാധിക്കുകയുള്ളൂ.